അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നഖം വെട്ടി ഐ ലവ് യു പറയുന്നതായിരിക്കും പനിഷ്മെന്റ്. അതുകൊണ്ട് ഈ പനിഷ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവന്മാരുണ്ട് പരസ്പരം നോക്കി ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. ഇവനോടൊക്കെയാണ് ഐ ലവ് യു പറഞ്ഞെന്ന് പറഞ്ഞ്. അതിനുശേഷം അടുത്ത ദിവസം ലിംജിങ്ങിന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ക്ലാസ്സിൽ വെച്ച് എല്ലാവരും കൂടെ ഇവളെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതോടെ ഇവൾക്ക് പേടിയാവും ഇനിയിപ്പോ ഇവള് മേക്കപ്പ് ഇടുന്ന കാര്യം ക്ലാസ് ഇരിക്കുന്ന എല്ലാവരും അറിഞ്ഞോന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഇവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇവള് ഹൻസനും കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോയൊക്കെ അവരുടെ ഓരോ ഡ്രസ്സിങ്ങിന് പ്രിന്റ് അടിച്ചേക്കും. അങ്ങനെ അതും പറഞ്ഞ് ഇവരുടെ കപ്പിൾസ് ആയി പറഞ്ഞ് എല്ലാവരും കളിയാക്കുമ്പോഴാണ് ഹൻസനും ലിംജിനും കൂടെ അവിടേക്ക് വന്നിട്ട് ഇവർ വിചാരിക്കുന്ന കപ്പിൾസ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവരെയൊക്കെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ അവരാരും വിശ്വസിക്കാതെ ഈ ഫോട്ടോ കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ട് കളിയാക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന സൂഹ ഇത് കണ്ടിട്ട് അവന് ഫുൾ ജലസ് ആവും. അങ്ങനെ അതിനുശേഷം അവളെ റൂഫ് ടോപ്പിലേക്ക് വിളിച്ചോണ്ടായി അവന്റെ കൂടെ എന്തിനാ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴാണ് ഇവളാണ് പാർട്ട് ടൈമിന് വേണ്ടി അവന്റെ കൂടെ വർക്ക് ചെയ്തതെന്ന് പറയും. കൂടാതെ അവൾ ഹൻസിനെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടോളെന്ന് പറയുമ്പോഴാണ് സൂഹയാണ് ഇവൾ ഹൻസിനെ ഫ്രണ്ടായിട്ട് കണ്ടാലും അവൻ ഒരു പക്ഷെ വേറെ രീതിയിലായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞ് ഇവളെ വാൺ ചെയ്യും. പക്ഷെ ഇത് കേട്ടതോടെ ലിംജിങ്ങിനും ദേഷ്യത്തി അതേപോലെ നീയെ സൂജിനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായിരിക്കും എന്ന് പറഞ്ഞ് അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് സൂജിന് ഇവനോട് ഇഷ്ടമുള്ള കാര്യമൊക്കെ പറയും. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവനെ സ്നേഹിക്കുന്നുണ്ട്, ഇവൾക്ക് അവൻ ഇഷ്ടമെന്നുള്ള കാര്യം പോലും പുറത്തു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലിംജിങ്ങിന് ആ വിഷമത്തിലെ ഇപ്പോ. അതിനുശേഷം അന്ന് രാത്രി സൂഹയും സ്കൂളിൽ വെച്ച് അവളോട് ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞ് അവളോട് സോറി ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം ഇവന്റെ വീട്ടിലേക്ക് സൂചിയും വരും. അങ്ങനെ അവനും അവളെന്ന് ഈ സമയത്ത് വീട്ടിലേക്കൊന്നും ചോദിക്കുമ്പോഴാണ് അവൾ അകത്തേക്ക് കയറി സംസാരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ടൈം അവൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിനുശേഷം അവനും അവൾ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുമ്പോഴാണ് കറക്റ്റ് ആ സമയം നോക്കി ലിംജിങ്ങിന് അവനോട് സോറി പറയാൻ വേണ്ടി പെട്ടെന്ന് ഫോൺ വിളിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സൂചിയും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് മനഃപൂർവ്വം ഇവൾ ഇവന്റെ വീട്ടിലുണ്ടെന്ന് അറിയാൻ വേണ്ടി അവൾ ലിംജിങ്ങിനോട് സംസാരിക്കും. അതോടെ പെട്ടെന്ന് ലിംജിങ് ഫോൺ കട്ട് ചെയ്തിട്ട് അപ്പൊ ഈ സമയത്ത് സൂജിൻ സൂഹോടെ വീട്ടിലാണെന്ന് പറഞ്ഞ് അവള് വിഷമിച്ചിരിക്കും. പക്ഷെ ഇതൊക്കെ സൂജിൻ മനഃപൂർവ്വം അവൾ വിഷമിക്കാൻ വേണ്ടി ചെയ്യുന്ന, കാരണം അവൾക്ക് സൂഹ ഇഷ്ടമുള്ളതുകൊണ്ട് അവള് ഫ്രണ്ട്ഷിപ്പിനൊക്കെ മറന്ന്. അതിനുശേഷം സൂഹ അവിടേക്ക് വന്നിട്ട് അവൾ കുടിക്കാനൊക്കെ വെള്ളം കൊടുത്തിട്ട് ഇവൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവന് ഗിഫ്റ്റായിട്ട് ഒരു തൊപ്പി കൊടുക്കാൻ വേണ്ടി വന്നേന്ന് പറയുമ്പോഴാണ് അവനെല്ലാം മനസ്സിലാക്കി പെട്ടെന്ന് ആ ഗിഫ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. ഇത് കേട്ട് അവൾ വലിയ കാര്യമായിട്ട് എടുക്കാത്ത പോലെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ആരാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് അവനാണ് അവളോട് സത്യം പറയത്തില്ല. അതുകൊണ്ട് അവനത് പിന്നെ പറയാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുമ്പോഴാണ് ഇവൾക്ക് അത് കേട്ട് ദേഷ്യം വന്നാലും പുറത്ത് അവനോട് പഴയതുപോലെ സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം സൂഹോയും ലിംജിങ്ങും വിളിച്ചേക്കുന്നുണ്ട്. അവൻ തിരിച്ച് അവളെ ഫോൺ വിളിക്കുമ്പോഴാണ് അവൻ ഇന്ന് സ്കൂളിൽ വെച്ച് പറഞ്ഞതിനൊക്കെ അവളോട് സോറി പറയും. പക്ഷെ അവളാണിപ്പോ സൂചന അവന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുടനെ ആ ഒരു വിഷമത്തിൽ പെട്ടെന്ന് ഇവനോട് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ ഫോണും കട്ട് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം അവളും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴും അവളുടെ ചിന്ത ഫുള്ളും സൂഹനെ കുറിച്ചായിരിക്കും. അപ്പോഴാണ് ഇവളിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഹൻസിന് കുറെയൊക്കെ സംസാരിച്ച് അവളെ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇവർ രണ്ടു ക്ലോസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് സൂഹ വരും. പക്ഷെ ഇവർ തമ്മിൽ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വീണ്ടും കലിപ്പിച്ച് ലിംജിങ്ങിനെ പുറത്തേക്കൊന്ന് സംസാരിക്കാൻ പറയുമ്പോഴാണ് അവളാണ് വർക്ക് സമയത്തൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് സൂഹോ ഇവളുടെ വർക്ക് കഴിയുന്നവരെ പുറത്തേക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് ഹൻസുവിനാണ് ജോലിയൊക്കെ അവൻ നോക്കിക്കോളെന്ന് പറഞ്ഞ് ആദ്യം അവളെ സൂഹയോട് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് ഇവർ തമ്മിൽ വീണ്ടും ആ വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സൂഹയും ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ സ്കൂൾ മൊത്തത്തിൽ അറിയണമെന്ന് പറയുമ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഈ സമയത്ത് പറയുവാണ് സൂചനത് ഹേട്ടാവെന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് വെക്കും. അതോടെ സൂഹവും ദേഷ്യത്തി ഇവള് ഹൻസനും കൂടെ ലവറാന്ന് സ്കൂൾ മൊത്തത്തിൽ പറയുന്നതെന്നും അവൾക്ക് പേടിയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ലിംജിങ്ങിനും ദേഷ്യപ്പെട്ടിട്ട് പിള്ളേരൊക്കെ അങ്ങനെ പറഞ്ഞാലും അത് സത്യമൊന്നല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും പ്രശ്നമാകുമ്പോഴാണ് സൂഹവും വീട്ടിൽ ചെന്നിട്ട് വീണ്ടും എങ്ങനെയൊക്കെ സംസാരിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുവേണ്ടി അടുത്ത ദിവസം അവനും സ്കൂളിൽ വെച്ച് അവളെ കാണാന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അതേസമയം ഇവന്റെ മരിച്ചുപോയ കൂട്ടുകാരൻ പാടിയ പാട്ട് ഇപ്പൊ റിലീസാകും. അങ്ങനെ ഇത് കണ്ടതോടെ അവൻ മൊത്തത്തിൽ ഷോക്കിലാകും. കാരണം ഇവന് ഹൻസിനും കൂടെ അവന്റെ കൂടെ ചേർന്ന് പാടിയ പാട്ടാണത്. പക്ഷെ ഇവന്മാരുടെ അനുവാദം ഇല്ലാതെ തന്നെ അതിപ്പോ റിലീസായി. അതേസമയം ഇതിന്റെയൊക്കെ കൺട്രോളിൽ ഉള്ളത് ലിംജിങ്ങിന്റെ ചേച്ചിയായിരിക്കും. അങ്ങനെ അവരും പെട്ടെന്ന് കമ്പനിയിൽ ബോസിനോട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. ആ ബോസ് വേറെ ആരില്ല, സൂഹയുടെ അച്ഛൻ തന്നെയാ. അങ്ങനെ ചേച്ചിയും ആ പാട്ട് തന്നെ ഇപ്പൊ റിലീസ് ചെയ്തെന്ന് പറഞ്ഞ് സൂഹയുടെ അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അവന്റെ അച്ഛനാണ് ബോസായിട്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും ദേഷ്യത്തി ഉള്ള സത്യമെല്ലാം തുറന്നറിയും. അതായത് സൂഹയുടെ കൂട്ടുകാർ മരിക്കാൻ കാരണം തന്നെ സൂഹയുടെ അച്ഛനാന്ന്. കാരണം അന്ന് സൂഹയുടെ അച്ഛൻ വേറൊരു പെണ്ണുമായിട്ട് കുറച്ച് റിലേഷനില്ലാന്ന് പറഞ്ഞ് ന്യൂസ് മൊത്തം സ്പ്രെഡായി കിടന്ന. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചീത്തപ്പേര് മാറാൻ വേണ്ടിയാ സൂഹയുടെ കൂട്ടുകാരൻ സ്കൂളിലെ പിള്ളേർ റാഗ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു തെറ്റായ ന്യൂസ് മൊത്തം സ്പ്രെഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ന്യൂസ് മൊത്തത്തിൽ മറന്നുപോയത്. അങ്ങനെ ഈ കാര്യമൊക്കെ ചേച്ചിയും പറഞ്ഞിട്ട് ഇതേപോലെ നന്ദിയില്ലാത്ത കമ്പനിയിലും ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ്
പോകുമ്പോഴാണ് പോകുന്നവഴിക്ക് ഇതെല്ലാം സൂഹവും കേട്ടോണ്ടിരിക്കുന്ന ചേച്ചി കാണും. അതോടെ അവന് വിഷമിച്ചിട്ട് അപ്പൊ അവന്റെ കൂട്ടുകാരെ മരിക്കാൻ കാരണം അവന്റെ അച്ഛനാന്നോർത്ത് അവൻ മൊത്തത്തിൽ തകർന്നു പോകും. അങ്ങനെ ആ ദേഷ്യത്തിൽ അവൻ എന്തെന്ന് അറിയാതെ പുറത്തിങ്ങനെ ഓടി വരുമ്പോഴാണ് അതേസമയം ഈ ന്യൂസ് കണ്ടിട്ട് ഹൻസുവിന് അവിടേക്കായിരുന്നു വന്നോണ്ടിരുന്നത്. അങ്ങനെ വരുന്നവഴിക്ക് സൂഹയെ കണ്ട ഉടനെ ഈ പാട്ട് എങ്ങനെ റിലീസായെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് ഇവിടെ സൂഹയാണ് മൊത്തത്തിൽ തകർന്നു വരിക്കുക. അതുകൊണ്ട് അവനെ മൈൻഡ് ചെയ്യാതെ അവന് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് വണ്ടി വരുന്നുണ്ട്. ഹൻസുവിന് ഓടിച്ചെന്ന് അവനെ തടയും. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് വരുന്ന കാറ് ഇവ രണ്ടുപേരും അങ്ങ് ഇടിച്ചിടും. അങ്ങനെ ഹൻസുവിന് വലിയ പരിക്കൊന്നുമില്ലെങ്കിലും സൂഹയ്ക്കായിരിക്കും കുറച്ച് സീരിയസ് ആവുന്നത്. അതേസമയം ഇതൊന്നറിയാതെ ലിംജിങ്ങിനാണ് സൂഹയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവന് കോളൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യത്തേയില്ല. കാരണം അവൻ ആക്സിഡന്റ് ആയി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കിടക്കുക. ഇതൊന്നറിയാതെ അവളും ഇവൻ എന്തിനാ ഫോൺ വിളിച്ച് എടുക്കാത്തതെന്ന് പറഞ്ഞ് അവളുടെ വീട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞ് ചേച്ചിയും വീട്ടിലേക്ക് വരുമ്പം ഇവളുടെ ക്ലാസ്മേറ്റല്ലേ സൂഹോ എന്ന് പറഞ്ഞ് അവൻ ആക്സിഡന്റ് ആയ കാര്യമൊക്കെ അറിയും. അതോടെ അവൾ അപ്പം തന്നെ ഞെട്ടിപ്പോയി അവനെ കാണാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ചെല്ലും. അതേസമയം ഇവിടെ സൂഹോയുടെ അച്ഛനാണ് അവൻ ആക്സിഡന്റ് ആയി തോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇവന്റെ കൂട്ടുകാരനെ കുറിച്ച് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് അയച്ച് ആരാൻ ചോദിക്കും. കാരണം അച്ഛന്റെ ചീത്തപ്പേര് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ചെയ്ത അച്ഛനൊന്നല്ല. പണ്ട് സൂഹോയുടെ അച്ഛൻ വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉള്ളതുപോലെ കുറെ ഫേക്ക് ന്യൂസ് ഒക്കെ ഒന്ന് കാണും. പക്ഷെ സത്യത്തിൽ ഇദ്ദേഹത്തിന് വലിയ ലിങ്ക് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ചീത്തപ്പേര് മാറാൻ വേണ്ടി തന്റെ സെക്രട്ടറിയോട് പറയുമ്പോഴാണ് അയാളായിരിക്കും സൂഹോയുടെ കൂട്ടുകാരന്റെ ന്യൂസ് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ വിഷയം മാറ്റിപ്പിച്ചത്. അങ്ങനെ ഈ കാര്യം സൂഹോയുടെ അച്ഛൻ അറിഞ്ഞ ഉടനെ നിനക്ക് വേറെ വഴിയൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അന്ന് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ന്യൂസ് പറഞ്ഞ അവന്മാരുടെ കൂട്ടുകാരെ മരിച്ചുപോയത്. അതിനുശേഷം ലിംജിങ്ങിന് മേക്കപ്പ് ഒന്നും ഇല്ലാതെ സൂഹയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴാണ് അതേസമയം അവൻ പുറത്തിരുന്ന് അകത്തോട്ട് വരുന്നേ ഉള്ളു. അപ്പൊ ഇവൾ ആരെ കുറിച്ച് ഓർത്താ കരഞ്ഞോണ്ടിരുന്ന് നോക്കുമ്പോഴാണ് അവിടെ കിടന്നത് ഹൻസുജനായിരിക്കും. അതോടെ അവനും ഏത് പെങ്കൊച്ച് എന്റെ അടുത്തൊന്ന് കരയുന്നെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിംജിങ്ങിനും അവളുടെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് സൂഹോയുടെ അടുത്തേക്ക് ഓടിച്ചില്ലും. അതോടെ സൂഹോ അവന്റെ കസിനാന്ന് പറഞ്ഞ് ഹൻസുവിനോട് പറയുമ്പോഴാണ് അവന് വിശ്വാസം വരുത്തില്ല. ഇത്രയും വർഷം ഫ്രണ്ട്സ് ആയിരുന്ന അവന് ഇങ്ങനെ ഒരു കസിനുള്ള കാര്യം എങ്ങനെ അറിയാതെ പോയെന്ന്. അതിനുശേഷം ലിംജിങ്ങിനും ഇവൻ ഇപ്പൊ ഓക്കെ എന്ന് അറിഞ്ഞുടനെ തൽക്കാലം ഇനി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. കാരണം ഇവിടെ ഹൻസുവിനുണ്ട് അത് മൊത്തത്തിൽ സീനാകും. അതിനുശേഷം അടുത്ത ദിവസം ലിംജിങ്ങിനും സൂഹയ്ക്ക് ആക്സിഡന്റ് കാര്യമൊക്കെ സൂചിനോട് അറിയുമ്പോഴാണ് അവൾ അപ്പം തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഈ കാര്യം തന്നെ മുമ്പേ വിളിച്ചറിയത്തെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ സൂഹയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതേസമയം ഇവരുടെ സ്കൂളിലേക്ക് ലിംജിങ്ങിന്റെ പഴയ സ്കൂളിൽ പഠിച്ച ആ പെങ്കൊച്ചും ചേർന്ന് നമ്മൾ അറിയുന്നത്. കാരണം ലിംജിങ്ങിന് അവിടെ നിന്ന് വന്നതോടെ അവരെല്ലാരും കൂടെ ഈ കൊച്ചിനെ റാഗ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അവളിപ്പോ സ്കൂൾ മാറി ലിംജിങ് പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് മാറി നിൽക്കുക. അപ്പോഴാണ് ഇവളിങ്ങനെ സ്കൂളിന്റെ പേരൊക്കെ പറയുമ്പം അവിടെ നിന്ന് ലീവ് എടുത്ത് പോകാൻ വന്ന സൂചിനും ഈ സ്കൂളിന്റെ പേര് കേട്ടിട്ട് അവൾക്ക് മനസ്സിലാവും ലിംജിങ്ങിന്റെ കൂടെ പഠിച്ച പെങ്കൊച്ചാന്ന് ഇതെന്ന്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് ആ പഴയ സ്കൂളിലെ സെമിയുടെ ആൾക്കാരൊക്കെ വന്നിട്ട് വീണ്ടും ഈ പെങ്കൊച്ചിനെ കണ്ട് റാഗ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അവരും ഇവളിപ്പോ ഹൻസുജൻ പഠിക്കുന്ന അതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഹൻസുജന് ഗേൾ ഫ്രണ്ടിൽ ഉണ്ടോന്ന് പറഞ്ഞ് വാച്ച് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇവൾക്കിപ്പോ ഹൻസുജനോട് ഒരു പ്രേമമുണ്ട്. അതുകൊണ്ട് ലിംജിങ്ങിന് ഹൻസുജൻ തമ്മിൽ വല്ല ബന്ധമുണ്ടോന്ന് ഇവളെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയും. അതേസമയം ഇവിടെ ലിംജിങ്ങിനാണ് ക്ലാസ് കഴിഞ്ഞ് സൂഹയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. പക്ഷേ ഈ തവണ അവളെ മേക്കപ്പ് ഇട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഹൻസുവിന് ഇവളെ കണ്ട് സംസാരിച്ചിട്ട് കപ്പിൾസിന് കുറച്ച് സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് അവൻ ഡീസന്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ അതേസമയം ഹൻസുവിനെ കാണാൻ വേണ്ടി അവന്റെ ഗ്രൂപ്പ് മൊത്തത്തിൽ അവിടേക്ക് വരും. ഇത് കണ്ട് ലിംജിങ്ങിനും അവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അറിയാതെ അവളുടെ മുടി അവന്റെ ഡ്രസ്സിനകത്താൻ കുടുങ്ങും. ഇനിയിപ്പോ ഇവന്മാര് വന്ന് ഇതൊക്കെ കണ്ട കപ്പിൾസ് ആന്ന് കൺഫേം ചെയ്യുന്ന പറഞ്ഞിട്ട് സൂഹോ ലിംജിങ്ങിനെ അവന്റെ ബെഡ്ഷീറ്റിന്റെ അടി ഒളിച്ചു വയ്ക്കും. അങ്ങനെ അതിനെ ഇവരൊക്കെ വന്ന് അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഹൻസുവിനെ മനസ്സിലായി ലിംജിങ്ങിന് ഇതുവരെ പോയില്ല, അവന്റെ അടുത്ത് തന്നെ കിടപ്പുണ്ടെന്ന്. അതുകൊണ്ട് അവനും ഇവന്മാരെല്ലാം ഡൈവേർട്ട് ചെയ്തിട്ട് അവൻ ഇവരെ സഹായിക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവളെ കണ്ട് ഹൻസുവിനും എല്ലാരും കണ്ട് ഇങ്ങനെ പേടിച്ചു വന്നതിന് ഇവർ തന്നെ കപ്പിൾസായ കാര്യം തുറന്നു പറഞ്ഞോടാൻ ചെയ്യിക്കും. പക്ഷെ അവളാണ് അതിന് സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം മറ്റേ പെങ്കൊച്ചു സെമി പറഞ്ഞ പോലെ ലിംജിങ്ങിനെ സീക്രട്ട് ആയിട്ട് ഫോളോ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവളിങ്ങനെ ലിംജിങ്ങിന് ഫോട്ടോ എടുക്കുന്നതൊക്കെ സൂചിനും കണ്ടിട്ട് അവളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് അവളും അതിനകത്ത് ലിംജിങ്ങിന്റെ പഴയ ഫോട്ടോസൊക്കെ കാണുന്നത്. അതോടെ സൂചിന് കൺഫേം ആവും ഇവള് ലിംജിങ്ങിന്റെ ഫ്രണ്ട്സ് ആയിരുന്നെന്ന്. അതിനുശേഷം ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് സൂഹോയുടെ അച്ഛൻ അവനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് അവന്റെ കൂട്ടുകാര് മരിക്കാൻ കാരണം അച്ഛനാന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അച്ഛൻ പോലും ഈ സത്യം അറിഞ്ഞു കാണത്തില്ല, അദ്ദേഹത്തിന്റെ ന്യൂസ് മാറ്റാൻ വേണ്ടി സെക്രട്ടറി പണിയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞ് അവന് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് അവൻ അതൊന്നും കേൾക്കാതെ എന്ത് റീസൺ പറഞ്ഞാലും അച്ഛന്റെ ചീത്ത പേര് മാറാൻ വേണ്ടിയാ അവന്റെ പേര് ഫേക്ക് ന്യൂസ് ക്രിയേറ്റ്
പറ്റിയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. അപ്പോഴാണ് അതേസമയം ഇവനിങ്ങനെ വിഷമിച്ച് സംസാരിക്കുന്നതൊക്കെ പുറത്തിരുന്ന് ഹൻസുജിനെ കേട്ടോണ്ടിരിക്കും. അതോടെ അവനെല്ലാം മനസ്സിലായി അവന്റെ കൂട്ടുകാരൻ മരിക്കുന്നത് സൂഹയ്ക്ക് ഒരു ബന്ധമില്ലെന്ന്. അതുകൊണ്ട് ഹൻസുജിനും സൂഹയും കൂടെ ഇപ്പൊ പഴയതുപോലെ ഫ്രണ്ട്സ് ആയി തുടങ്ങി. പക്ഷെ സൂഹോ അവന്റെ അച്ഛനെ ക്ഷമിക്കാത്തോണ്ട് അടുത്ത ദിവസം അച്ഛനും ന്യൂസ് മൊത്തത്തിൽ ഈ കാര്യം സ്പ്രെഡ് ചെയ്യും. ഇവരുടെ മരിച്ചുപോയ കൂട്ടുകാരൻ സത്യത്തിൽ സ്കൂളിൽ ആരും റാഗ് ചെയ്തിട്ടൊന്നുമില്ലെന്ന്, അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ഉടനെ ആ മരിച്ചുപോയ കൂട്ടുകാരന്റെ ചീത്ത പേര് മൊത്തത്തിൽ അങ്ങ് മാറും. പക്ഷെ ഇനി അത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയി അറിഞ്ഞ ഉടനെ സൂജിന് സൂഹയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴാണ് അവിടാണെ പ്രശ്നമെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ലിംജിങ്ങിനും സൂഹയും കൂടെ കിസ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ടതോടെ അവൾക്ക് വീണ്ടും ദേഷ്യം വരും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.